കർണാടകയിലെ ചന്നപട്ടണ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ JDS നേതാവ് HD ദേവഗൌഡയുടെ മകൾ അനസൂയ മഞ്ജുനാഥ് NDA സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. NDA യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നും സൂചന ലഭിക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്ന് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ബംഗളൂരു നഗരത്തിലൊക്കെ തന്നെ സുഖമാണ് എന്ന് കരുതുന്നു. വിശേഷങ്ങൾ, വിവരങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. സുഖമായി പോകുന്നു. എന്തായാലും വാർത്തയിലേക്ക് വന്നാൽ കർണാടക ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചന്നപ്പട്ടണയാണ്. ചന്നപ്പട്ടണം നിയമസഭാ മണ്ഡലത്തിൽ നമുക്കറിയുന്നത് പോലെ തന്നെ അവിടെ എല്ലാ കാലത്തും JDS കോൺഗ്രസ് രാഷ്ട്രീയ പോര്, വലിയ ശക്തമായ രാഷ്ട്രീയ പോര് നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ HD കുമാരസ്വാമി 15,000-ലധികം വോട്ടുകൾക്കാണ്, ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇത്തവണ അവിടുത്തെ മത്സരം കുറച്ചുകൂടി ശ്രദ്ധേയമാകുന്നുണ്ട്. DK ശിവകുമാർ HD കുമാരസ്വാമി പോര് എന്ന തരത്തിലാണ് അത് വിലയിരുത്തപ്പെടുന്നത്. ആ മണ്ഡലത്തിൽ ദേവഗൌഡയുടെ മകൾ അനസൂയ മഞ്ജുനാഥ് സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലാണ് നിലവിൽ സൂചനകൾ. NDA സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. JDSൽ ഏകദേശം ആ കാര്യം ധാരണയായിട്ടുണ്ട്. എന്നാൽ അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് NDA ആണ്. BJP ഉൾപ്പെടെ അത് ആലോചിച്ച് അതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. വൊക്കലിംഗ സമുദായ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ നേരത്തെ തന്നെ DK ശിവകുമാർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. അവിടെ ഇത്തവണ വൊക്കലിംഗ വിഭാഗം ആര് പിന്തുണക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്ന ഘട്ടം, അതായത് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ, കോൺഗ്രസിൻ്റെ പരിപാടികളിലെല്ലാം DK ശിവകുമാറാണ് നേതൃത്വം നൽകുന്നത്. DK ശിവകുമാറിൻ്റെ സഹോദരൻ DK സുരേഷ് കഴിഞ്ഞ ബംഗളൂരു റൂറൽ മണ്ഡലത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റൂറൽ മണ്ഡലത്തിൽ പരാജയപ്പെട്ടതാണ്. DK സുരേഷ് ചന്നപ്പട്ടണയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരും എന്ന തരത്തിൽ കൂടി വിവരങ്ങൾ ഈ ഘട്ടത്തിൽ എന്തായാലും പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് ചന്നപ്പട്ടണ സാക്ഷ്യം വഹിക്കും എന്നതാണ് കാണേണ്ടത്. എന്തായാലും ദേവഗൌഡയുടെ മകൾ സ്ഥാനാർത്ഥിയായാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ദേവഗൌഡ കുടുംബത്തിലെ 10ാമത്തെ അംഗമായി അനസൂയ മഞ്ജുനാഥ് മാറും എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്.